പൂക്കരത്ര മേലോരം ഫെസ്റ്റിനോട് സംബന്ധിച്ച് പൂക്കരത്ര മേലോരം ടീം സംഘടിപ്പിക്കുന്ന പകരം എന്ന നാടകം ഏതാനും നിമിഷങ്ങൾക്കകം ഈ വേദിയിൽ ആരംഭിക്കുകയാണ്. കലയെയും നാടകത്തെയും ജീവന് തുല്യം സ്നേഹിച്ചു തന്റെ സ്വതസിദ്ധമായ ചെറുപുഞ്ചിരി കൊണ്ട് പൂക്കരത്രയിലെ എല്ലാ വിഭാഗം ജനങ്ങളോടെയും മനസ്സിൽ എന്നും നിറഞ്ഞു നിന്ന് അകാലത്തിൽ നമ്മെ വിട്ടുപിരിഞ്ഞ അസുറുക്കാട് ഭാവന സ്മരണക്ക് മുന്നിൽ ബാഷ്പാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു പകരം. സൗഹൃദവും സ്നേഹവും അന്യമാവുന്ന ഈ കാലത്ത് സൗഹൃദത്തിന് വേണ്ടി ജീവന് പോലും നഷ്ടപ്പെടുത്താൻ മടിയില്ലാത്ത ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ സ്നേഹത്തിന്റെ കഥ ഞങ്ങൾ തുടങ്ങട്ടെ. അനുഗ്രഹിച്ചാലോ? അല്ല ഞാൻ അങ്ങോട്ട് വിടാൻ പോവാ കേട്ടോ. ഞാൻ അങ്ങോട്ട് മാക്സിമം ചാടിയിട്ടുള്ള ചെങ്ങ ഇവിടെ നിൽക്കാൻ പറ്റില്ല. ചെങ്ങായി ഞാൻ അങ്ങോട്ട് വീഴാന്ന് പറയുമ്പോ എന്തിനാണ് ഇങ്ങോട്ട് വീഴെല്ലാം പറഞ്ഞ ഇങ്ങോട്ട് വരണ്ട. അങ്ങോട്ട് ഞാൻ പോവാണ്. നിങ്ങൾ പിടിക്കവളെ അങ്ങോട്ട് ചാടി നിങ്ങളുടെ ഭാഗത്തേക്ക് ചാടി. കലയെയും നാടകത്തെയും ജീവന് തുല്യം സ്നേഹിച്ച് തന്റെ സ്വതസിദ്ധമായ ഒരു ചെറുപുഞ്ചിരി കൊണ്ട് പൂക്കരത്രയിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും മനസ്സിൽ എന്നും നിറഞ്ഞു നിന്ന് അകാലത്തിൽ നമ്മെ വിട്ടുപിരിഞ്ഞ അസുറുക്കയുടെ ഭാവന സ്മരണക്ക് മുമ്പിൽ ബാഷ്പാഞ്ജലികൾ അർപ്പിച്ച് ഞങ്ങൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു പകരം. സൗഹൃദവും സ്നേഹവും മന്യമാവുന്ന ഈ കാലത്ത് സൗഹൃദത്തിന് വേണ്ടി ജീവൻ പോലും നഷ്ടപ്പെടുത്താൻ മടിയില്ലാത്ത ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ സ്നേഹത്തിന്റെ കഥ ഞങ്ങൾ തുടങ്ങട്ടെ. അനുഗ്രഹിച്ചാലോ? कर्तव्यं दैवमान्वितम्
പ്രകാശം പിന്മാറുമ്പോൾ ഭയം ജനിപ്പിക്കുന്ന ഇരുട്ട് പരക്കുന്നു. ഇരുണ്ട ഗർഭയറയിൽ ഇരുളുകൾക്കിടയിൽ തീർച്ചയായും ഇവിടെ എന്തൊക്കെയോ അത്യാഹിതം സംഭവിച്ചിട്ടുണ്ട്. ആകാംക്ഷയുടെ ആത്മീയതകൾ കാണാനായി കൽബിൽ കാത്തിരിപ്പിന്റെ കടലിരമ്പങ്ങൾ, ഉള്ളൊരുക്കത്തിന്റെ മഞ്ഞുപാളികൾ നനുത്ത ഹിമക്കുളിരായി പടരുമ്പോൾ അന്തരീക്ഷത്തിൽ ശീതക്കാറ്റൊഴുകി പരക്കുന്ന ഈ രാവിന്റെ വേളയിലും നെഞ്ചിൽ നീറിപ്പുകയുന്നുണ്ടൊരു തീക്കനൽ. സന്തോഷവും സന്താപവും സ്നേഹവും സമ്മിശ്ര ഭാവങ്ങളായി ടീം മേലോരം അഭിമാന പുരസ്സരം നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. പകരം അണിയറയിലും അരങ്ങിലും പ്രവർത്തിച്ചവർ. നിർമ്മാണം ഓർക്കിഡ് സ്റ്റുഡിയോ. മൂല്യരചന ഇസ്മായിൽ KP. രചന സംവിധാനം ഷാദുൽ LP. രംഗപടം മുകുന്ദരാജ്. മീഡിയ മുജീബ് ഓർക്കിഡ്. അരങ്ങിൽ സൈഡാലിക, സിദ്ദീഖ് പൂക്കറതറ, വാസു, ഇസ്മായിൽ പൂക്കറതറ, സുധി, റംഷീദ് പൂക്കറതറ, ഗോവിന്ദ്, സിറാജ് പൂക്കറതറ, ഉണ്ണി, ഷാജു പൂക്കറതറ, ഓട്ടോ ഡ്രൈവർ മണി, ആഷിഫ് പൂക്കറതറ, മെമ്പർ ഹാരിസ് പൂക്കറതറ, ശശി, ഫാരിസ്, അബ്ദുറഹ്മാൻ, സിനി ആർട്ടിസ്റ്റ് സലീം പന്താവിൽ, ഗായകൻ ലത്തീഫ്, സഹനടന്മാർ ഉനൈസ്, ജാഷിഫ്, റഫീഖ്, കോച്ച് ഹസൻ പൂക്കറതറ.
ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ഹരിഷ്ണ. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു. പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെ കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാളാണ് ബിൽ അവതരിപ്പിച്ചത്. ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയ്ക്ക് നേരെയുള്ള ആക്രമണമാണെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷ കക്ഷികൾ ബിൽ അവതരണത്തെ എതിർത്തു. സൂക്ഷ്മ പരിശോധനയ്ക്കായി ബില്ലുകൾ സംയുക്ത പാർലമെന്ററി സമിതിക്ക് അയക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. കുറഞ്ഞ ചെലവിലുള്ള മെഡിക്കൽ ടൂറിസത്തിന്റെ പ്രധാന കേന്ദ്രമായി ലോകവേദിയിൽ ഇന്ത്യ വികസിക്കുകയാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ആന്ധ്രാപ്രദേശിൽ മംഗളഗിരി എയിംസിന്റെ ഗോവിന്ദ, എടാ ഗോവിന്ദ, എവിടെ പോയി കിടക്കണടാ? അവിടെ കൊന്ന് സഫായി കറോടാ. ഒന്നുകൂടി തുടച്ചിന്ന് വെച്ചേ, അത് തേഞ്ഞൊന്നും പോവില്ല. പൊടി പൊടിയായി ഹേ തുടക്ക്. പാഗൽ മോലാളി. ഇവിടെ അവിടെ ആൾക്കാർ അവിടെ ഇരിക്കുക, ഇവിടെ അല്ല. ചേട്ടാ ഒന്നും പറയണ്ട. 10-15 കൊല്ലം ഞാൻ ഒറ്റക്ക് കൊണ്ടുവന്ന കടയത് കൈസഹായത്തിന് ഒരുത്തരെ കൂടെ കൂട്ടിയതാ. അപ്പൊ കുഴപ്പമായത് അവനും കൂടി കൊണ്ടിറക്കേണ്ട അവസ്ഥയുണ്ട്. നിങ്ങൾക്ക് ഹിന്ദി അറിയാം? ബംഗാളിനെ പണിക്ക് വെച്ച ഞാനാ ഇച്ചല്ലേ? പിന്നെ ഞാനെന്തിനാണോ ഹിന്ദി പഠിച്ചത്? അതിന് നമ്മളെ നാട്ടിൽ നിന്ന് ഒരുത്തനെ പണിക്ക് കിട്ടണ്ടേ? നമ്മളെ നാട്ടിൽ പണിക്ക് കിട്ടിയത് ഞാൻ കൊടുത്തോളം അനുഭവിക്കാം. अच्छा है, अच्छा. അത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് മതി. ചൈത്താന് വേറെ ആളില്ല. ഹിന്ദി പറയണ്ടല്ലോ. ഞാനിത് ആവശ്യത്തിന് കിട്ടാൻ മതിയല്ലോ വെച്ചതാണ്. എന്തെങ്കിലൊക്കെ ആവട്ടെ. ചായ കിട്ടും. നമുക്ക് വേണ്ട, അവിടെ ഒന്നും വെക്കല്ലേ. അവിടെ ഒന്ന് പോയി ക്ലീൻ ആക്കി പാത്രമൊക്കെ കഴിഞ്ഞിരിക്കാൻ ചെയ്യും. ആ ചെല്ലി.
അല്ല എന്നാ ജി വന്നേ? ഞാൻ ഇന്നലെ രാത്രി. ആഹാ, എന്താണ് ഹാല്? എന്ത് ഹാല് മോനെ, ഈ ചൂടും പുകയും കൊണ്ട് ഇങ്ങനെ കഴിഞ്ഞു കൊടുന്നു. പറഞ്ഞ പോലെ എന്താ ചൂട്. അടുപ്പിന്റെ കണ്ടിരുന്നിട്ടാ നിശ്ചിന്റെ നീങ്ങിരുന്നു. അല്ല ചെയ്താലിക്ക, നിങ്ങളെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ അല്ലേ? നമ്മളെ കാര്യം ഒന്നും എന്നോട് പറയണ്ട. നമ്മളെ കാര്യം പറ്റി പറയുകയാണെങ്കിൽ ദിവസവും ഒരു 10-15 പെണ്ണുകാണ് നടക്കുന്നുണ്ട്. കണ്ട് പെരേക്കെത്തുമ്പോഴേക്കും അത് മുടങ്ങും. എന്താണ് നിന്റെ അസുറാറ് പടച്ച തമ്പുരാനക്ക് അറിയുള്ളൂ. പിന്നെ ഇപ്പോ സ്ഥലത്തിന്റെ കാര്യം പൊന്നും വില കൊടുത്താ പോലും ഇവിടെ ഒരു തരി മണ്ണ് കിട്ടാല്ല. ആരപ്പത് പുതിയൊരാള്? അതെ, കൈ സഹായത്തിന് ഒരുത്തനെ വെച്ചതാ. ഹിന്ദിക്കാരനാ. हिंदीकारा? हाँ जी। हाँ भाई, कैसा है? ठीक है। नाम क्या है? गोविंद। घर किधर है? कोलकाता में। मालूम है ना? ഇതൊക്കെ എന്ത് ചെയ്താലിക്ക? അല്ലേ പഠിപ്പിക്കാൻ വിട്ട കാലത്ത് കേശവന്റെ പറമ്പിൽ 5 മണിക്ക് നടന്നില്ലായിരുന്നു. അതൊക്കെ ഒരു കാലം. ജീവിതം അങ്ങോട്ട് തുടങ്ങിയപ്പോ ഒക്കെ അങ്ങോട്ട് പഠിച്ചു. അല്ലടോ, എത്ര ഉണ്ട് എനിക്ക് ലീവ്? കുറച്ചധികം ഉണ്ടാവോ നാട്ടില്? കുറച്ചല്ല, നീ ഇവിടെ കൂടാനുള്ള പരിപാടിയാ. ആ, അതേതായാലും നന്നായി. വാസൂലി ഹിന്ദി പഠിപ്പൊരാളാവോലോ. അല്ല, ആ. ചെക്കന്മാരൊക്കെ വരാറുണ്ട് ഇവിടെ? നമ്മുടെ ഫാറൂഖ് വന്നിട്ടുണ്ട്. പെണ്ണ് കാണുന്ന തിരക്കില. എന്താണ് നമ്മുടെ സ്തുതിയുടെ പാട്? സുധി ഓനിക്കൊരു മാറ്റൂല. ആ പഴയ പോലെ തന്നെ ഒരു ഉരുമ്പോക്ക. അല്ല, എന്നിട്ട് എന്താ എന്റെ പരിപാടി? നാട്ടിൽ കൂടാനുള്ള പരിപാടിയാ. എങ്ങനെ? ഒരു ടർഫ് തുടങ്ങിയാലോ എന്ന് ആലോചിക്കുക. അതേതായാലും നന്നായി. ഈ ടറപ്പിന്റെ പണി ഇപ്പൊ ഇട്ടാല് ടറപ്പ് എന്ത് പണിയാണ് എടുക്കുക? ടർഫ് അല്ല കാക്ക, ടർഫ്. അയ്യോ, അത് ചെയ്താലിക്ക ഈ വല വളച്ച് കെട്ടിട്ടേ അതിന്റെ ഉള്ളില് കൊറേ പന്തിട്ടില്ലേ, അത്. ഇന്നാലും ഒരു കാര്യം ചെയ്യും, അതിന് കുറച്ച് കോയിന് കുറച്ച് കാടനെ ഉണ്ടാക്കിക്കാളെ നായ പിടിച്ചോണ്ട് മൂന്ന് പേടിക്കും വേണ്ട. ഇതേ ലക്ഷങ്ങൾ മുടക്കിയിട്ടുള്ള പരിപാടിയാ. നിങ്ങളെ കോഴിക്കുട്ടിനെ വളർത്താനുള്ളതല്ല. അതെ, ആ, മൂപ്പരോട് അത് പറഞ്ഞിട്ട് എന്ത് കാര്യമില്ല. ബോധം. അതിനുള്ള വിവരമൊന്നുമില്ല. ഓനെന്തേലും കിട്ടിക്കോട്ടെ ചെയ്ത് പറഞ്ഞതാ. വാസുവേട്ടാ, അത് പിന്നെ എടുക്കാം മോനെ. പിന്നെ ആരും കാണണ്ട. ഓക്കെ മെമ്പറെ, എന്താണ് ഹാല്? സുഖം ഇങ്ങനെ പോണ്. എന്താ വന്ന്? ഞാൻ ഇന്നലെ രാത്രി അതെ കുറച്ച് തിരക്കുണ്ട്. പെങ്ങന്മാരെ വീട്ടിലൊക്കെ ഒന്ന് പോകണം. ശരി. വാസോട്ടാ നമ്മളെ പതിവുണ്ട് എടുത്തോളിട്ടോ. थोड़ा हॉर्लिक्स डाल के, तंबाकू भी डाल के अच्छा टी बनाएगा। എന്താ ചൂട്? വാസോട്ടാ ചായ എടുത്തോളി. ഞാൻ മെമ്പറെ എന്താ ഉണ്ണിയെന്ന് നേരത്തെ നിർത്തിയാ? ഒന്നും പറയണ്ട മെമ്പറെ, നല്ല വെയിലാണേ. ഹലോ, അങ്ങോട്ട് പറഞ്ഞോളൂ. എന്താ പേര്? ഹലോ.
ഹലോ മാജ് മാതി പെണ്ണെട്ടിയത് അനക്ക് ഇവിടെ പെണ്ണുമില്ല വടക്കോയുമില്ല ഇജാദ്യം പോയിട്ട് എൻ്റെ ഫോണൊന്ന് ശരിയാക്കി എന്നിട്ട് ആലോചിക്കാൻ എനിക്ക് പെണ്ണ് കെട്ടണാ വേണ്ടേ എന്നുള്ളത് ഇവനൊക്കെ പെണ്ണെട്ടി വാസുവോ ഓ ഞാനേ ആ ആ അംസറ കടയുടെ ഒന്ന് പോയിട്ട് ഇപ്പണ്ട് വരാം പോകുമ്പോ ഇതിനും കൂടി കൊണ്ടുപോയിക്കോ കുറച്ച് കാര്യത്തിനൊരു തൊഴിലുണ്ടോ सामान लेके आएगा ആ ലേറ്റ് ആവും ഓ, ആ സാധനമൊക്കെ മേടിച്ചിട്ട് വന്നോ ठीक है ठीक 45 का ऐसे आएगा ഹലോ എന്താണ് ചെങ്ങായിന് ഹലോ 12 മണിക്കല്ലേ ഞാൻ എത്താ ചങ്ങായിയെ വാസോട്ടാ പെട്ടെന്ന് ചായ എടുത്തേ ആരിത് മണിയാ എന്താണ്ട മണി എനിക്ക് ഇത്ര തിരക്ക് ഇപ്പൊ പോയാലേ ആ ഒന്നോ രണ്ടോ ഓട്ടോടാ പിന്നെ നമ്മളെ റോഡ് തന്നല്ലോ അതെ 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 അത് എനിക്കിട്ടൊന്ന് വെച്ചതാണല്ലോ പണിയേ അത് നേരാണ് മെമ്പറെ ഈ റോഡ് കാരനെ മനുഷ്യൻ പൊടി തുടച്ച് ഒരു വൈക്കായി ആ പൊടി തുടക്ക ഒരു ബംഗാളിനെ ആക്കി ഈ റോഡ് അങ്ങനെ ഇപ്പൊ ശരിയാവോ മെമ്പറേ നീയൊക്കെ പോണ റോട്ടിൽ കൂടെ തന്നെയാണ് ഞാനും പോകുന്നത് പിന്നെ ഈ റോഡ് പൊളിഞ്ഞു വിചാരിച്ചിട്ട് എനിക്ക് എന്റെ കുടുംബത്തിനൊന്നും കൂടെ ശരിയാക്കാൻ പറ്റില്ലല്ലോ ഈ പൊളിഞ്ഞു എന്ന് പറയുന്നേക്കാളും നല്ലത് മെമ്പറെ പൊളിച്ചിട്ടു എന്ന് പറയുന്നതല്ലേ ഏത് റോഡാണ് ശരിയാക്കിയിരിക്കണോ നോക്കി നടക്കും അവിടെ പൊളിച്ച് പൈപ്പിടാൻ വേണ്ടിട്ടേ അതിപ്പോ സർക്കാരിന്റെ കാര്യങ്ങളാകുമ്പോ അങ്ങനെ തന്നെ അത് അങ്ങനെ നടക്കും എല്ലാ മാസോട്ടാ റോട്ടിന് വരുമ്പോ ഈ വർത്താനം നല്ല പറഞ്ഞതേ അതുകൊണ്ട് ചോദിച്ചതുള്ളൂ അതും നേരാ നിന്റെ വർത്താനം കേട്ടാ തോന്നും നിന്റെ പാർട്ടിക്കാർ ഭരിക്കുമ്പോ ഇവിടെ റോഡൊക്കെ നല്ലതായിരുന്നു അന്നുണ്ട് ഈ പ്രശ്നമൊക്കെ അന്ന് ഞങ്ങള് കുറെ കരഞ്ഞ് ഇന്നിപ്പോ നിങ്ങള് കരയുന്നു അത്രേ ഉള്ളൂ അതെ ഇങ്ങള് ഇവിടെ കിടന്ന് ഒച്ച വേളം വെച്ചിട്ടൊന്നും കാര്യമില്ല അങ്ങനെ പറഞ്ഞോളൂ അതൊക്കെ അതിന്റെ സമയമാകുമ്പോ നടക്കും ആര് ഭരിച്ചാലും ജനങ്ങൾ തന്നെയാണ് കുട്ടികള് എന്നാ വാസോട്ടാ ഞാൻ പോവാണ് ഈ റോഡ് നേരായിട്ട് നമ്മൾ അവിടെ ഉണ്ടാവൂല അവിടെ നമ്മൾ പോവാണ് എവിടെ നോക്കിച്ചാണ്ട പേരൊക്കെ പായിന് വാസുവോ എന്താണ് നമ്മുടെ മണി മൂട്ടി തീ പിടിച്ച മാതിരി എവിടുക്കാണ് ഈ പായിന് ഓനെ റോഡ് തന്നെ പ്രശ്നം ആ റോഡ് തന്നെ എന്നും പ്രശ്നം. മെമ്പറേ ആ കേട്ടു ഹലോ ആ ഇവിടെ കൊടുത്തുണ്ടോ വാസോട്ടാ ആ അലിക്ക് ഇവിടെ ഒരു പേപ്പർ കൊടുക്കുന്നുണ്ട് ആ ചോദിച്ചത് നന്നായി ഞാനത് മറന്നു കിട്ടി ഇവിടെ ഉണ്ട് അല്ല മെമ്പറെ ആ എന്താ ഇത് ഇതൊരു കക്കൂസിനുള്ള ഒരു അപേക്ഷ ആ നിങ്ങൾ ഈ നിവിടൊക്കെ കിട്ടിട്ട് ചൂറാനല്ലാതെ തിന്നാൻ വല്ല വകുപ്പുണ്ടാക്കി കൊടുക്കില്ല നിങ്ങൾക്ക് ഇപ്പൊ തിന്നാൻ എന്തെങ്കിലും വേണം ഇപ്പൊ തിന്നാന് എന്നൊരു വായക്കം തിരിഞ്ഞോ ആരെ കച്ചവടം നടക്കണ എന്തെങ്കിലും ഹലോ ഹലോ എന്താ പേര് അല്ല നമ്പറേ എന്തെത്തി എന്തേ എന്ത് വായക്കണ്ടോ യാ, അതെ ഇവിടെ ചോദിക്ക് ഉണ്ണി കൊടുന്ന കൊലേ ഉണ്ണിയെ ആ പറയേ അന്റെ കൊല പക്ക മോശം അതിനൊക്കെ ആ വേലൂരിന്റെ അന്നോട് പറയാച്ച ഞാൻ ഇന്നാളെ റഫീഖിന്റെ പീടിയെന്ന് 1 കിലോ വാങ്ങി അതണ്ട് സഞ്ചി കണ്ടിട്ടേക്ക് പുറത്തേക്ക് ഇങ്ങനെ ചാടി നിൽക്ക അപ്പൊ അന്റെ കൊലയുടെ പ്രശ്നമല്ല അങ്ങനെയാണെങ്കിൽ നന്ന് വാസേട്ടാ എത്രയായി നമ്മുടെ നമ്മക്കേ ഈ കക്കൂസിന്റെ കായുണ്ട് വേറെ എന്തെങ്കിലും പണി ചെയ്യിക്കാൻ പറ്റുമോ എന്റെ പൊന്നാര ചെയ്താലിക്ക ആ പരിപാടി നീ നടക്കൂല നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം തന്നെ കിണറിൽ ആൽമറ കെട്ടാനുള്ള ബേസിറ്റ് പെരേക്ക് അലമാറ വാങ്ങിയ ആളാണ് അതുകൊണ്ട് ആ പണി നടക്കൂല
എത്ര വാസുട്ടാ? ആ ഒരു 320 മുമ്പത്തി, ഇപ്പൊ ഒരു 20 റുപ്യ. മുന്നത്തെ അവിടെ നിൽക്കട്ടെ, ഇപ്പത്തെ ഞാൻ പിന്നെ മെമ്പറേ കട ഉഷാറാക്കണ്ട നമുക്ക്. നാട് ഉഷാറാക്കി, ഈ കടം കൂടി ഉഷാറാക്കോ? ഞാൻ വരട്ടാ. വാസട്ടാ, ആ ലൈറ്റർ ഒന്നിട്ട് തരി. അല്ലടോ, അല്ല സുധിയെ, ഇജ് ഇന്ന് നല്ല ഫോമിലാണല്ലോ. ഇന്ന് എന്റെ ചങ്കിന്റെ ചെലവാ, ആറോക്കിന്റെ. അനക്ക് എന്താ ഇപ്പൊ ചെലവില്ലാത്ത? ആ ലൈറ്റർ ഒന്നിട്ട് തരി. ഇതേ ഇവിടുന്ന് ഒന്നും ചെയ്യല്ലേ. ആ പഹേര് തലങ്ങും വിലങ്ങും ഇതിനെ പായണതാ ഹെൽത്തിന്റെ ആൾക്കാരെ. ഇജാണ്ട് മാറി ഇന്ന് വലിച്ചോ, ഞാൻ പുറത്തു പോവാ. അല്ല അനക്കൊരു ചായ എടുക്കട്ടെ? പിരിയും പിരിയും. എല്ലാ വാസോ ചായ കുടിച്ച കായൊക്കെ തീരാൻ ഓന്റെ ചായയുടെ കായൊന്നും ഞാൻ നോക്കലില്ല. കാരണം ഓൻ ഗൾഫിൽ ഉണ്ടായിരുന്ന കാലത്ത് നാട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായ ആദ്യം വാട്സാപ്പ് ഗ്രൂപ്പിൽ പൈസ അയക്കണ ഓനായിരുന്നു. അതൊക്കെ പോട്ടെ, എന്റെ മോളുടെ ഓപ്പറേഷന് ഇങ്ങോട്ട് വിളിച്ച് പൈസ തന്നോനാ. അതും എത്ര വേണ്ടിയെന്നാ ചോദിച്ചേ. പിന്നെപ്പോ കെട്ടിയ പെണ്ണ് കുട്ടിനെയും കൊണ്ട് വേറൊരുത്തന്റെ കൂടെ പോയാ ആറിന്റെ താള തെറ്റാതിരിക്കുക. അതും ആ പെണ്ണിന്റെ വീട്ടുകാരൊക്കെ എതിർത്തിട്ടും വിളിച്ചിറക്കി കൊടുന്ന പെണ്ണാ. ആ കുട്ടിക്ക് ഇപ്പൊ എത്ര വയസ്സായിണ്ടാവൂടോ? അതിന് ഓള് പോകുമ്പോ ഒരു വയസ്സ് തികഞ്ഞിട്ടില്ലല്ലോ. അതിനാലാ തള്ളി ഇളങ്ങാറായി. പിന്നെപ്പോ ഓന്റെ കൂട്ടുകാരൊക്കെ നല്ല രീതിയിൽ ജീവിക്കണേ കാണുമ്പോ ഓനിക്കും ഉണ്ടാവൂലേ വിഷമം? അതും ശരിയാ. ആ കുട്ടിയുടെ ഒരു കഷ്ടകാലം. വാസേട്ടാ, എന്തൊക്കെയാണ് ചായ എടുത്തേ? അല്ല ശശിയെ, എന്താ ഒരു യൂണിയൻ വേഷത്തില്? അതിപ്പോ 2 ദിവസമായി യൂണിയനിൽ കേറിയിട്ട്. നമ്മളെ മെമ്പർ ശരിയാക്കിയെന്നാണേ. അപ്പൊ നമ്മളെ മെമ്പർ പഴയൊക്കെ എടുക്കുന്നില്ല. അല്ലടോ, എവിടെന്നുണ്ടോ എന്റെ വരവ്? നമ്മളെ ആ വളവിൽ ഒഴിഞ്ഞെടുക്കുന്ന ഒരു വീടില്ലേ, അവിടെ ഒരു പുതിയ താമസക്കാരൻ വന്നിട്ട് അത്ര. അത് പറയാണ്ടോ, നിങ്ങൾ അറിയാണ്ടു ഇവിടെ പണി നടക്കേണ്ടി എന്നുള്ളത് മനസ്സിലായില്ലേ? നല്ല കഴിവുള്ള ആളാണ് ആ ഡ്രൈവർ പറഞ്ഞത്. നല്ല കായ്ക്കാണ്ടാ? കായല്ല, സിദ്ധി സിദ്ധി. ശരി, സിദ്ധി എന്നാ അവന്റെ പേരില്ലേ? തേങ്ങാ കൊല. വാസുട്ടാ, നിങ്ങൾക്ക് മനസ്സിലായോ? അതെ, അത്യാവശ്യമൊക്കെ കയ്യിലിരിപ്പുള്ള ആളാന്നായി പറയണേ. അതല്ല, മൂപ്പരെ ഓരോരുത്തർ കാര്യം സാധിക്കാനൊക്കെ വന്ന് കാണണ്ടത്ര. പോലീസുകാർക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്തല്ലേ മൂപ്പര് ഒറ്റക്ക് കണ്ടുപിടിച്ച്. നല്ല കഴിവാണല്ലോടോ. പിന്നല്ലാതെ. അങ്ങനെയാണെങ്കിൽ ഇവിടെ കുറെ കല്യാണ മുടക്കികളുണ്ട്, അവരെ നമ്മക്കൊന്ന് കണ്ടുപിടിക്കണം. നിങ്ങളെ കണ്ടുപിടിക്കാൻ പോണൊക്കെ കൊള്ളാം, പിന്നെ നിങ്ങളെ കണ്ടുപിടിക്കാ ഇവിടുന്ന് 4-5 ആള് വരേണ്ട അവസ്ഥയൊക്കെ എത്തിക്കരുത്. അത് ശരിയാണ് വാസുട്ടാ, അതൊന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കും. ഞാൻ പോട്ടാ. നല്ല കായൊന്നുമില്ലേ? പറ്റില്ല. ചിരിച്ചോളിയും ചിരിച്ചോളിയും, ഇങ്ങക്ക് ചിരിക്കാലോ. എന്റെ പൊന്നാര സുധിയ, അന്നെ കളിയാക്കി ചിരിച്ചല്ല, പിന്നെ ഈ സൈതാലിക്കാന്റെ വർത്താനം കേട്ട് ചിരിച്ചല്ലേ. ഇന്നാലും എന്റെ സൈതാലിക്ക, നിങ്ങൾ ഇന്റെ ഒരു കാര്യം ശരിയാക്കി തന്നില്ല. അതെന്താ സൈതാലിക്ക, ഓന്റെ കാര്യോ? ഓന് പെണ്ണെത്തുന്ന കാര്യം തന്നെ. നിങ്ങൾ അതൊന്നും അങ്ങോട്ട് ശരിയാക്കി കൊടുക്കി. ഒരു പെണ്ണെ കണ്ട് വന്നോണ്ട് നേരെ ആയിക്കോളുന്നേ. അതിനെ
ഇവനെ ഒരു നല്ല കോളത്തിൽ കാണണ്ടേ? അത് കണ്ടതന്നെ 24 മണിക്കൂറും വെള്ളട്ടാങ്കും പിടിച്ചേരി നടക്കുന്ന ഓർക്ക് ആര് പെണ്ണൊടുക്കാനാണോ? അതൊരു രണ്ടാം കെട്ട്. അത് ശരിയാ. തന്നെ പക്ഷേ പെണ്ണ് കെട്ടാനുള്ള പൂതി കൊണ്ടൊന്നല്ല, പിന്നെ ആ തള്ളനെ നോക്കാൻ ഒരാള് വേണം. ഏയ് അമ്മനെ, അനക്കൊരു കാര്യം അറിയോ? ഓളെ ഞാൻ വിളിച്ചിറക്കിക്കൊണ്ടിരുമ്പോളേ 100 പോലത്തെ ഒരു മാല അവളെ കഴുത്തില്, അതും മുക്കിന്റെ. അവിടുന്ന് ഞാൻ ഓൾക്ക് കഴുത്തിക്കും കാതിൽക്കും കയ്യുമ്മക്കും എന്തൊക്കെയായിരുന്നു. പിന്നെ എൻ്റെ കള്ളുടി, അതോള് പോയ വിഷമം കൊണ്ടൊന്നല്ല, പിന്നെ ഇന്റെ മോള് ഓളതിനെ കൊണ്ടല്ലേ പോയത്. ഓളങ്ങനെ ചെയ്യാൻ പാടില്ല. എന്റെ ചോരല്ലാതെ മുകളിലൊരാളുണ്ടെങ്കിലേ ഇങ്ങോട്ട് നോക്ക്. ദൈവം പടച്ചോനെ, പടച്ചോ ഓൾ അനുഭവിക്കും, ഞാനേ അനുഭവിപ്പിക്കും. ഇവിടെ വന്ന് കുത്തിയിരുന്നേ ഈ പറഞ്ഞ എവിടെ ലാൻഡ് ചെയ്യാന്ന് പറയാൻ പറ്റൂല. ഇന്നും തന്നെ അല്ല ഫാറൂഖേ, എന്താപ്പത് ഇജിന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. ആ ചെറിയൊരു സന്തോഷത്തിൽ തന്നെയാണ് വാസോട്ടാ. അല്ല സൂതിയെ, എടോ എന്റെ ചെങ്ങായി വന്നിക്കണ്, കണ്ടില്ലേ ജി? ഇങ്ങോട്ട് മാറണം. കള്ളുടിച്ച വയറ്റി കിടക്കണം. അവിടെ ഇരുന്നു. എന്താടാ പോയ കാര്യം? അതൊക്കെ സെറ്റായി ചങ്ങായി. ചെക്കന്റെ കാര്യം ശരിയായിന്ന്. ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞില്ലേ അയാള് നല്ല കഴിവുള്ള ആളാന്ന്. അയാള് കാലെടുത്ത് ഇങ്ങോട്ട് വെച്ചപ്പോ തന്നെ കണ്ടില്ലേ നല്ല നല്ല കാര്യങ്ങൾ നടക്കണേ. ചൊന്ന് പോണവിടുന്ന്. എന്ത് നല്ലത് നായി പറഞ്ഞത്? എന്താണ്ടാ എന്റെ ചെക്കനൊരു കുറവ്? ബ്രോക്കർ ഒന്നുമില്ല സൈതാലിക്ക. എന്തായാലും അന്റെ ടെൻഷനൊക്കെ മാറിയില്ലേ? പെങ്ങടെ കല്യാണത്തിന്റെ കൂടെ തന്നെ അന്റെയും കൂടി നടത്താൻ പറ്റിയില്ലേ? ചെലവെത്ര കുറഞ്ഞിട്ടിയത്? നിങ്ങളൊരു കുഴപ്പാക്കണ്ട. നിങ്ങളൊരു കാര്യം ചെയ്യ്, കല്യാണത്തിന് വന്നിട്ടേ 2 ബിരിയാണി നിങ്ങളാണ്ട് തിന്നോളി. അപ്പൊ ആ കുഴപ്പമോടെ കഴിഞ്ഞല്ലോ. സുധിയെ ഈജി ഇവിടെ വന്നാ നമ്മക്കേ കുറച്ച് കാര്യങ്ങൾ സെറ്റാക്കാണ്ട്. ഇനി അധികം സമയമില്ലല്ലോ. ഒരു മിനിറ്റ്, ഞാൻ ഈ മുണ്ടൊന്നും ഇവിടെയല്ലേ? അപ്പൊ എന്നാ എല്ലാരോടും 15-ാം തീയതിയാണ് കല്യാണം. എല്ലാരും നേരത്തെ തന്നെ വരിക. തലേ ദിവസം 14-ാം തീയതി തന്നെ വരാൻ മറക്കരുത്. സൈതാലിക്ക, നിങ്ങൾ കുറച്ച് നേരത്തെ ഇറങ്ങിട്ടാ. അവിടുന്ന് കാണേ, കല്യാണത്തിന് കാണാ. ഓനക്കറിയാം ഈ വയസ്സാം കാലത്ത് 2 ബിരിയാണി തിന്നാ ഇന്നെ കൊണ്ട് കഴിയൂലെന്നുള്ളത്. എന്റെ സൈതാലിക്ക, നിങ്ങളത് കാര്യാക്കിയ ഓനൊരു തമാശ പറഞ്ഞല്ലേ? ആ ബിരിയാണിയും പോയാ ശശിയെ ഇതൊന്നിട്ട് വന്ന. പിന്നെ ഞമ്മക്ക് എന്താ കഴിവുള്ള ആളെ പോയെന്ന് കണ്ടാലോ? അതിനെന്താ, നമ്മളെ കാര്യം നടക്കാനല്ലേ? അപ്പ തന്നെ
അല്പസമയത്തിനകം സെക്കൻഡ് ഹാഫ് തുടങ്ങും. അടുത്തതായി വേദിയിൽ കല്യാണ സദസ്സുമായി രംഗവുമായി വീണ്ടും ഇതാ ഈ ടീം രംഗത്തേക്ക് വരുകയാണ്. എവിടെ പോയി കിടക്കട? എവിടെ പോയിട്ട് കിടക്കുക? പ്രശ്നം അനക്ക് ഇവിടുത്തെ കാര്യം എന്തൊക്കെയായിന്ന് വല്ല പിടുത്തോണ്ടാ? എന്തേതാ ക്ഷണിച്ച ആൾക്കാരൊക്കെ ഇപ്പൊ വന്നു തുടങ്ങും.
അവര് വന്നോട്ടപ്പാ, നിങ്ങളെന്തിനാണ് ഇങ്ങനെ വെറുതെ ടെൻഷനാവണ്? അവർക്ക് കയ്യും വീശി പോവാൻ വേണ്ടി വരുന്നവരല്ല. സന്തോഷമായിട്ട് എന്തെങ്കിലും ഒരു ഭക്ഷണം നമ്മൾ കൊടുത്തിട്ട് സന്തോഷമായിട്ട് അവരെ പറഞ്ഞേക്കണം. അതിന് ഭക്ഷണക്കാരും വലിയ റെഡിയായാന്നാ എന്നോട് ചോദിക്കുന്നേ. അതൊക്കെ സെറ്റായിക്കോളും. നിങ്ങളെന്തിനാ, നിങ്ങൾ അതൊന്നും ആലോചിച്ചിട്ട് വെറുതെ ടെൻഷനാവാൻ നിൽക്കണ്ട. ഞാനിപ്പോഴേ പോയേക്കാനോട് ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടാണ് ഇപ്പോൾ വരുന്നത്. നിങ്ങളെ ഈ ആൾക്കാർ വരുമ്പോൾ ഇവിടെ ഈ മുമ്പാരത്ത് ഉണ്ടായാൽ മതി. ഞാനേ ഒന്നങ്ങോട്ട് ചെല്ലട്ടെ. പിന്നെ കോഴിക്കാട് ചോറ് തീർന്ന നമ്മളോട് ചോദിക്കണ്ട, ഉടനെ വെച്ചോളം പറയും. ആയിക്കോട്ടെ. കറി തീരാറായാലേ വെക്കണ്ട, ഇച്ചിരി വെള്ളം ഒഴിച്ചോളം വേണ്ടി പറയും. ഇപ്പോഴത്തെ ആൾക്കാരെ ഈ മക്കളുടെ ഒരു കാര്യം ഒന്നിനും ഒരു കണക്കൂട്ടലില്ല. അസ്സലാമു അലൈക്കും. എന്താ നേരം വയ്യ? കുറച്ച് നേരം വൈകി. അല്ല ദുരോ, എന്ത് കണക്കൂട്ട കാര്യമാണ് ഈ പറയുന്നത്? വലിയ കണക്കാണെച്ചെങ്കിൽ ആ കണക്കൂട്ടാണ്ട് എടുത്തൂടെ? കൂട്ടലും കുറക്കലും അല്ല, ഇപ്പോഴത്തെ പിള്ളേർക്ക് ഒന്നിനും ഒരു കണക്കൂട്ടലില്ലെന്ന് പറഞ്ഞതാ. ഇപ്പോഴത്തെ പിള്ളേരെ കാര്യമൊന്നും പറയാതിരിക്കാ നല്ലത്. നിങ്ങളേ അങ്ങോട്ട് ഇരിക്കേ. ഞാന് നമസ്കാരണ്ട്. കാൽമ വലിയ കെട്ടൊക്കെ ഉണ്ടല്ലോ. ഒന്നും പറയണ്ട ദുർഗ, കൈക്കോട്ടൊന്നും ഉണ്ട്. പിന്നെ സുധിയെ ഇങ്ങോട്ട് പോ. എവിടേക്കാ വെടി കൊണ്ട സുധിനെ മാതിരി ഓടുന്നത്? ഞാനേ ആ ഭക്ഷണത്തിന്റെ അടിക്കുമ്പോ നല്ല സാധനം വല്ലതും അടിക്കണ്ടാ. നല്ല മോന്തിട്ടാ നീ വന്നേ. നാളെ കല്യാണത്തിന് കേട്ടോ ഇതുപോലെ മോന്തിട്ട് വന്നാ പിന്നെ ഈ മോന്തണ്ടാവില്ലട്ടാ. ഇന്നത്തെ നിങ്ങള് നോക്കണ്ട. ഇത് ഫാറൂഖിന്റെ ഒരു നല്ല കാര്യം നടക്കുമ്പോഴേ ഞാൻ കൂടെ തന്നെ ഉണ്ടാവും. അതും പച്ചക്ക് അതെനക്ക് ഓർമ്മ ഉണ്ടായാ മതി. ഉണ്ടാവും. ഞാൻ ചെല്ലട്ടെ. പിന്നെ കുറച്ച് ബോധം വേണോട്ടാ. ഉണ്ടാവും. അല്ല ദുരോ, ഓനപ്പോ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കണേ. കള്ളുടിച്ചിട്ട് ഇങ്ങനെ നടക്കുന്നത് നോക്കണ്ട. ഫാറൂഖ് എന്ന് പറഞ്ഞാൽ ഓനക്ക് ജീവനാ. പിന്നെ ഈ കല്യാണം ശരിയായതിൻ്റെ അന്ന് തൊട്ടിട്ട് ഓനാണ് അതിൻ്റെ പിന്നാലെ ഓടുന്നത്. ഫാറൂഖിന് തെക്കും വടക്കും നടന്നിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇന്ന് ഈ നിലയിൽ എത്തിച്ചതാരാ? ഓനാ. വന്ന വഴി നമുക്ക് മറക്കാൻ പറ്റുമോ? അത് പറ്റൂല. അതാ നിങ്ങൾ അവിടെ എത്തിക്ക്. ഞാനേ ഫാറൂഖിനോട് ചോറിന്റെ കാര്യം എന്തായിരുന്നു എടാ, ഈ ചുഴിഞ്ഞ ചത്തിട്ട് കല്യാണത്തിന് വന്നിട്ട് നമ്മള് പട്ടേലെത്തിട്ടാ. പട്ടേലെത്തിട്ട് ഇരിക്കും. ഫാറൂഖ് എന്താപ്പാ, എന്താണ്? ചോറുളമ്പനായ നോക്കിയ കുട്ടികളൊക്കെ ഇരിക്കുന്നുണ്ടില്ല. ആൾക്കാർ വന്നു തുടങ്ങി. അതൊക്കെ സെറ്റായിരിക്കണം. ഇനിയിപ്പോ ആ പാട്ടിന്റെ പരിപാടി കൂടി തുടങ്ങിക്കഴിഞ്ഞാലേ നമുക്ക് ചോറും കൂടി കൊടുക്കാം. അപ്പൊ പാട്ടും പെയ്ത്തൊക്കെ ഉണ്ടാ? പിന്നെ വേണ ഉണ്ടായിക്കോട്ടെപ്പാ. ആയിക്കോട്ടെ, ന്യൂ ജനറേഷൻ. ആയിക്കോട്ടെ. നമസ്കാരം. നമസ്കാരം. ഞാനേ നേരം വൈകിട്ടാണല്ലോ വാസുട്ടം. ആ കടന്നു പൂട്ടി അതൊക്കെ ഒന്ന് ഒതുക്കി ഇങ്ങോട്ട് എത്താൻ പറ്റണ്ടേ? നാളെ ഈ കടറും കാര്യം പറയണ്ട, നേരത്തെ എത്തുക. അയ്യോ, അങ്ങനെ പറയരുത്. ആ രാവിലത്തെ ചായ അത് കിട്ടിയില്ലെങ്കിൽ കടിച്ച് കീറാൻ നിൽക്കണ കുറച്ചെണ്ണ ഉണ്ട്. അത് കൊടുത്ത് ഞാൻ വേഗം ഇങ്ങോട്ട് വരാം. എന്നാ പിന്നെ വാസുവിന്റെ ഇഷ്ടം പോലെ. ഞാൻ നിർബന്ധിക്കുന്നില്ല, നേരത്തെ എത്തണോട്ടാ. അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. എന്തിനാണീ നീലക്കണ്ണിൽ സുറുമാ സുറുമാ? എന്താ നിന്നുടെ പൂങ്കവിളിൽ ഒരു പൊലിമാ പൊലിമാ? എന്നെ നിന്നുടെ നേനിക്കെന്തൊരു തെളിവാ? മധുനുകരാനെത്തും മാറൻ ചൊല്ലും പുതുമാ പുതുമാ? എന്തിനാണീ നീലക്കണ്ണിൽ സുറുമാ സുറുമാ? എന്താ നിന്നുടെ പൂങ്കവിളിൽ ഒരു പൊലിമാ പൊലിമാ? എന്നെ നിന്നുടെ മേനിക്കെന്ത്
തെളിവാ മധുമുഖരായെത്തും മാരൻ ചൊല്ലും പുതുമാ പുതുമാ എന്തിനാണീ നീലക്കണ്ണിൽ സുറുമാ സുറുമാ ഹേ എന്താ നിന്നുടെ പൊങ്കവിളിൽ ഒരു പൊലിമാ പൊലിമാ ഏഴു കടലും കടന്നു വരും കാറ്റിന് പോലും ഏഴകളുള്ള ദൂരെ കാണാൻ മോഹം കണ്ണും കരളും കൊതിച്ചു വരും പുതുമണവാളനും നാളിച്ചു നിൽക്കും ദേവിയെ കാണാൻ മോഹം ഏഴു കടലും കടന്നു വരും കാറ്റിന് പോലും ഏഴകളുള്ള ദൂരെ കാണാൻ മോഹം കണ്ണും കരളും കൊതിച്ചു വരും പുതുമണവാളനും നാണിച്ചു നിൽക്കും ദേവിയെ കാണാൻ മോഹം പുഞ്ചി തൂകി കിസ്സും പാടി നടന്നു പാവാടക്കാരി റസിയ മറന്നോ പാടത്ത് പാറി നടന്ന് ചാഞ്ചാടും കുന്തിയുമൊത്ത് പണ്ടൊക്കെ ഓടി നടന്നത് മറന്നോ പുഞ്ചിരി തൂകി കിസ്സും പാടി നടന്നോ പാവാടക്കാരി റസിയ മറന്നോ പാടത്ത് പാറി നടന്ന് ചാഞ്ചാടും കുന്തിയുമൊത്ത് പണ്ടൊക്കെ ഓടി നടന്നത് മറന്നോ പോത്തുമാതിരി വലുതായില്ലേ ഒരു സാധനം സൂക്ഷിക്കാൻ ഇന്ന വരെ നിനക്ക് അറിയോ ഈ കല്യാണം കഴിക്കുമ്പോഴേ പിന്നെ അത് എവിടേക്കാ പോണേ അതിന് കയ്യും കാലുണ്ടാ എന്താ പ്രശ്നം പോത്തുമാതിരി വലുതായിരിക്കണോന് ഒരു സാധനം സൂക്ഷിക്കാനോ എനിക്ക് അറിയില്ല സഫിയുടെ പണ്ടം വെച്ച ബാഗ് കാണാനില്ലത്ര എവിടെ കൊണ്ടുവച്ചു എന്റെ മോളെ നാളെ ഞാൻ എന്തിട്ടാണ് ഇറക്ക അല്ലോ വിഷമിക്കാതിരിക്കും അത് അവിടെ എവിടെയെങ്കിലും കാണും ഒന്നാ കുട്ടികളോട് തിരഞ്ഞൊക്കെ പറയും ആ കസേര ഒന്നും ഇട്ടേ എടാ മക്കളെ കുറച്ച് വെള്ളം എടുത്തേ ഞാൻ കണ്ടിട്ടായിരുന്നു ഇനി സുധി എങ്ങാനും ഓൻക്ക് അങ്ങനൊന്നും എന്നോട് ചെയ്യാൻ പറ്റൂല. പിന്നെ എന്തിനാ അവനാ റൂമിൽ പോയത്? കുന്തം പോയാലേ കുടത്തിലും തപ്പണമെന്നാ നീ ഒന്ന് ചോദിച്ചു നോക്ക്. പാട്ട് വെക്കടാ, ഞാനൊന്ന് ആറട്ടെ. ചോദിക്കടാ, എന്തിനാണ് അവൻ സെഫിയുടെ റൂമിൽ പോയത് ചോദിക്കേ. സുധിയെ, നമ്മളെ സെഫിയുടെ സ്വർണം വെച്ച ബാഗ് കാണാല്ലടാ. ദൈവേ, നീ എന്തിനാ സെഫിയുടെ റൂമിൽ പോയത്? ആ പണ്ടം വെച്ച ബാഗ് നീ എവിടെ വെച്ചിരിക്കണേ? എന്താണ് പറയുന്നത്? അന്റെ നാടകം, അന്റെ അഭിനയം എന്നോട് വേണ്ട. ഞാനകത്ത് തകർന്നിരിക്കണേ. എന്റെ മോള്
എന്റെ മോൾ എന്തെങ്കിലും കടക്കെ ചെയ്താൽ പച്ചക്ക് ഞാൻ ചുടുന്നായേ എന്റെ മറ്റൊരു മുഖം നീ കാണും. സുധിയെ, അനക്ക് കയ്യബദ്ധം വല്ലതും സംഭവിച്ചാ? നിങ്ങൾ എന്താണ് പറഞ്ഞത് വാസോട്ടാ? ഞാൻ അങ്ങനെ ചെയ്യോ? ഓളെന്റെ പെങ്ങളല്ലേ? നീ എന്തൊപ്പം നിന്ന് മോങ്ങണേ? കുടിച്ച് കൂത്താടി അമ്മയും പെങ്ങളെയും തിരിച്ചറിയാത്ത ഇവരൊക്കെ വീട്ടിൽ കയറ്റപ്പോ നീ ആലോചിക്കണായിരുന്നേ. എന്നിട്ടിപ്പോ നീ മോങ്ങണ നാല് പൊട്ടിച്ച് ചോദിക്കണം അവരോട്. ചോദിക്കണം. മതിയോനെ തല്ലിയത്. ഇത് ഇങ്ങനെ വിട്ടാ പറ്റൂല. നമുക്ക് പോലീസിനെ വിളിക്കാം. പോലീസിനെ വിളിക്കല്ലേ, പോലീസിനെ വിളിക്കല്ലേ. ഞാൻ എടുത്തിട്ടില്ല. ഞാൻ എടുത്തിട്ടില്ല. ഇത് പിന്നെ എന്താ പറയണ? എന്തൊക്കെയാണ് ഇപ്പൊ ഇന്നലെ ഇവിടെ കഴിഞ്ഞു കൂടിയത്? എനിക്കിപ്പോഴും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റണില്ല. അതൂനെ പറഞ്ഞാ മതി. ഈ ജാതി ഹംകിങ്ങൾക്ക് പേരെ കയറി മയ്യ അവസരം കൊടുത്തിട്ടല്ലേ? കള്ള് കുടിച്ച് നടക്കുമെങ്കിലും വേറൊരു ദുശീലവും ഞാൻ ഓൻ്റെ അടുത്ത് കണ്ടിട്ടില്ല. കള്ള് കുടിച്ച് അവസാനം കാ ഇല്ലാണ്ടാകുമ്പോഴാണ് ഈ കക്കാൻ ഇറങ്ങണേ. അല്ല, എന്താ മക്കളെ വീട്ടിലൊന്നും പോയില്ലേ? എന്തായി? വല്ല വിവരം ഉണ്ടാ? ഓൻ ഈ പഞ്ചായത്തിൽ തരാത്ത സ്ഥലമില്ല. ചതിച്ചല്ലോ ഭഗവതി. ഞാനിപ്പോ എത്തിയുള്ളൂ. ഇന്നലെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നേ കോഴിക്കോട്. ഉണ്ടാവില്ലേ? ആ, ഞാനെന്തായാലും ഇവിടെ ഒന്ന് കേറിയിട്ട് വരാം. ശരി ശരി ശരി. ആ വാസേട്ടാ, കല്യാണമൊക്കെ ആയ കാരണം ചായയുടെയൊക്കെ ഇങ്ങോട്ട് മാറ്റിയോ? ആ, എല്ലാരും ഉണ്ടല്ലോ. എന്താ ആരും ഒന്നും മിണ്ടാത്തത്? വല്ല മരിച്ച വീട് പോലെ. ഒന്നും അറിഞ്ഞില്ലേ? എന്ത്? നമ്മുടെ സുധി തൂങ്ങി മരിച്ചത്ര. എന്ത്? നമ്മുടെ സുധിയോ? അവനെ ഞാൻ ഇന്നലെ കൂടി കണ്ടതാണല്ലോ. ഇതിപ്പോ അധികം നേരമായിട്ടില്ല. ഇവര് പറയണേ നേരാണോ വാസുട്ടാ? ഞങ്ങളതറിഞ്ഞാൽ വിഷമത്തിൽ നിൽക്കുക. ഇന്നലെ രാവിലെ അവനാ ജ്വല്ലറിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടതാണല്ലോ. ഫാറൂഖിന് സമ്മാനം കൊടുക്കാനുള്ള ഒരു
മാല വാങ്ങാൻ വന്നതാന്നാ അവൻ എന്നോട് പറഞ്ഞത്. ആള് നല്ല സന്തോഷത്തിലായിരുന്നു. കല്യാണത്തിന് ഇവിടെ നേരത്തെ എത്തണം എന്ന് പറഞ്ഞ അവൻ പോയത്. അതെന്താ? സഫിയ സഫിയ ഇപ്പ ഓളെവിടെ എവിടെ കാണാനില്ലപ്പാ. അവിടെ എവിടെയെങ്കിലും ഉണ്ടാവൂടാ. ഒന്ന് തെരഞ്ഞു നോക്കി, ആ റൂമൊക്കെ നോക്കി. ഈ നാട്ടുകാരോട് ഞാനെന്ന് എന്താ പറയാ? ആ ചെറുക്കിന്റെ വീട്ടുകാരോട് ഞാൻ എന്താ പറയാ? എന്താ എന്താ പറ്റിയേ? വാസുട്ടാ വാസുട്ടാ, എന്റെ മോള് ഞമ്മള് ചതിച്ചു. അതിനിപ്പോ എന്താ ഉണ്ടായി? സെഫിയാനെ കാണാനില്ല. അങ്ങനെ വരട്ടെ. അപ്പൊ ഓൾ ഇന്നലെ തന്നെ മുതലൊക്കെ പാസിലാക്കിയിരിക്കണ്. ഞാൻ പറയുന്നു, എത്ര കാര്യങ്ങൾ എടാ, ആ സൂചിനൊന്നും വിളിക്കടാ, എനിക്ക് ഓനൊന്ന് കാണണം. മോനെ ഫാറൂഖേ, ഹിജി വിളിച്ച വിളി കേൾക്കണ ദൂരത്തൊന്നും ഇന്ന് നമ്മുടെ സുതില്ല. സ്വന്തം ചോരകളെക്കാളും നിന്നെയും നിന്റെ കുടുംബത്തെയും സ്നേഹിച്ചാനാവാൻ. ആ കുട്ടി ഇന്നലെ നിങ്ങളോട് രണ്ടാളോടും കരഞ്ഞു പറഞ്ഞില്ലേ ഞാനത് എടുത്തിട്ടില്ല. അപ്പോ നിങ്ങൾ അവന്റെ കോലം നോക്കി അവനെ കള്ളനാക്കി. ആ കരഞ്ഞു പറയുന്ന രംഗം എന്റെ മനസ്സിൽ നിന്ന് മായണില്ല. വാസുവേട്ടാ, ഞാൻ ഓനെ കണ്ട് മാപ്പ് പറഞ്ഞ് ഞാൻ കൂട്ടിക്കൊടുന്നോളാ. ഞാൻ പറഞ്ഞ ഓനക്ക് തട്ടിക്കളയാൻ പറ്റൂല, അതെനിക്ക് ഉറപ്പാ. ഫാറൂഖേ, നമ്മുടെ സുധി അവൻ പോയടാ. എങ്ങോട്ട്? അവനൊന്നും സഹിക്കാനാവാതെ ജീവിതം കണ്ട് അവസാനിപ്പിച്ച്. ഓനക്ക് അങ്ങനൊന്നും എന്നോട് ചെയ്യാൻ പറ്റൂല. മെമ്പറേ, അറിഞ്ഞില്ലേ കാര്യങ്ങള്? ഞാനിപ്പോ അവിടുന്നാ വരുന്നത്. വാസുവേട്ടാ, നിങ്ങൾ ഇതൊന്ന് നോക്ക്. ഫാറൂഖ്, നീ എന്നോട് ക്ഷമിക്കട. എല്ലാരും പറയണ പോലെ ഞാനത് ചെയ്തിട്ടില്ല. എന്റെ കുടുംബം പോലും എന്നെ ഉപേക്ഷിച്ചു പോയപ്പോ നീയും നിന്റെ വീട്ടുകാരുമാണ് കൂടെ നിന്നത്. എല്ലാവരും കൂടി എന്നെ ഒരു കള്ളനാക്കിയപ്പോൾ ഞാൻ ഈ നാട്ടിൽ ഒറ്റപ്പെട്ടു പോയടാ. ഫാറൂഖ്, എന്റെ അമ്മ. ഞങ്ങൾ എന്തിനാ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? ഇനി ഇങ്ങനെ വിഷമിച്ചിട്ട് എന്താ? വയ്യ വാസുവേട്ടാ. ആരും കരുതി കൂട്ടി ചെയ്തതല്ലോ.
ദൈവനിശ്ചയം അതായിരിക്കും. ഫാറൂഖേ, ഫാറൂഖേ, നമ്മളിനി അവനക്ക് വേണ്ടി എന്ത് ചെയ്താലും അവനോട് ചെയ്ത ക്രൂരതയ്ക്ക് പകരമാവില്ല. അവന്റെ അമ്മ ഒറ്റക്കാണ്. അമ്മയെ നമുക്ക് ചേർത്ത് പിടിക്കണം. എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കണം. അങ്ങനെ അവനോട് നമുക്കൊരു പ്രായശ്ചിത്തം ചെയ്യണം. ഫാറൂഖേ, പ്രായശ്ചിത്തം ചെയ്യണം. മോനെ, പൊന്നുമോനെ ശ്രുതി, ഞങ്ങളോട് പൊറുക്കണ, ഞങ്ങളോട് പൊറുക്ക്. വേദങ്ങളതിരിട്ട കെട്ട കാലത്തിൻ്റെ മുമ്പേ പിറന്നവൻ കൂട്ടുകാരൻ. ശാസ്ത്രവും ജലമൂറ്റി വിണ്ടൊരീ മരുഭൂമിയിൽ മരുപ്പച്ചയായി നരു സ്നേഹത്തിനുറവയായി എത്തുമോ നീ എൻ്റെ കൂട്ടുകാരാ? മരുപ്പച്ചയായി നറു സ്നേഹത്തിനുറവയായി എത്തുമോ നീ എൻ്റെ കൂട്ടുകാരാ? മരുപ്പച്ചയായി നറു ആവോളം സ്നേഹത്തിന്റെ മലർമുത്തുകൾ വാരിയെറിഞ്ഞ പ്രിയ കലാസ്നേഹികളെ, നിങ്ങൾക്കൊരായിരം നന്ദിയുടെ പൂച്ചെണ്ടുകൾ ഞങ്ങൾ അർപ്പിക്കുന്നു.